Hi students, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന അടുത്ത ടോപ്പിക് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന ടോപ്പിക്കാണ്. നോക്കിയിട്ട് പോയിസൺ ഡിസ്ട്രിബ്യൂഷന്റെ ആദ്യം ഡെഫിനിഷനും ഒന്ന് രണ്ട് എക്സാമ്പിൾസും ആണ്. നോക്കിയിട്ട് a random variable x is set to follow the Poisson distribution if its PDF എന്ന് പറഞ്ഞാൽ probability density function ആണ്. അതിന്റെ ഷോർട്ട് ഫോം ആണ് ഇതായി എഴുതിയിരിക്കുന്നത് കേട്ടോ. If its probability density function is f of x equal to lambda raised to x into e raised to minus lambda by x factorial x equal to 0, 1, 2, 3 etc. infinity. ഇനി അതേ f of x ന്റെ വാല്യൂ 0 ആയിരിക്കും അതർവൈസ്, അതായത് ലാംഡ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ലാംഡയുടെ വാല്യൂ 0യോ 0യിൽ കൂടുതലോ ആണെങ്കിൽ നമ്മൾ f of x എന്ന് പറയുന്ന പോയിസൺ ഡിസ്ട്രിബ്യൂഷന്റെ വാല്യൂ എന്തായിട്ട് എടുക്കണം? 0 ആയിട്ട് എടുക്കണം. എക്സിന്റെ വാല്യൂ 0 മുതൽ 0, 1, 2, 3 എക്സെട്ര ഇൻഫിനിറ്റി വരെ ഏത് വാല്യൂ എക്സിന് വന്നാലും പോയിസൺ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് ലാംഡ റൈസ് ടു എക്സ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ലാംഡ ബൈ എക്സ് ഫാക്ടോറിയൽ ആയിരിക്കും. ഓക്കെ, ഇനി ഇവിടുത്തെ പാരാമീറ്റർ എന്ന് പറയുന്നതാണ് ആര്? ലാംഡ. ലാംഡയാണ് നമ്മൾ ഇവിടുത്തെ ഈ പോയിസൺ ഡിസ്ട്രിബ്യൂഷന്റെ പാരാമീറ്റർ ആയിട്ട് എടുക്കുന്ന ആരാണ്? ലാംഡയാണ് പോയിസൺ ഡിസ്ട്രിബ്യൂഷന്റെ പാരാമീറ്റർ ആയിട്ട് എടുക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ചിലപ്പോൾ എക്സാമിന് ക്വസ്റ്റ്യൻസ് എക്സാമ്പിൾ തന്നിട്ട് ഏത് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോളോ ചെയ്യുന്നത് എന്ന് ചോദിക്കാറുണ്ട്. ഒരു എക്സാമ്പിൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ദ നമ്പർ ഓഫ് സൂയിസൈഡ്സ് ഇൻ എ ഡേ ഇൻ എ സിറ്റി, അതായത് ഒരു സിറ്റിയിൽ ഉണ്ടാകുന്ന സൂയിസൈഡ്സിന്റെ എണ്ണം, ഒരു ദിവസം ഒരു സിറ്റിയിൽ ഉണ്ടാകുന്ന സൂയിസൈഡുകളുടെ എണ്ണം കണ്ടുപിടിക്കുക. അങ്ങനെ അതിന്റെ പ്രോബബിലിറ്റി എത്രയാണ് എന്ന് കണ്ടുപിടിക്കാനായിട്ട് ഒരു ക്വസ്റ്റ്യൻ തന്നാൽ നമ്മൾ അങ്ങനെയുള്ള സിറ്റുവേഷനെ അപ്ലൈ ചെയ്ത് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. അതേപോലെ നമ്പർ ഓഫ് ഡിഫക്റ്റീവ് ആർട്ടിക്കിൾസ് ഇൻ എ ലോട്ട് സപ്ലൈഡ് ബൈ എ ഗുഡ് കമ്പനി, നല്ല ഒരു കമ്പനി, ആ കമ്പനിയിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിഫക്റ്റീവ് ആർട്ടിക്കിൾസിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ നമ്മൾ ഏത് ഡിസ്ട്രിബ്യൂഷൻ ആണ് അപ്ലൈ ചെയ്യുന്നത്? പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആണ് അപ്ലൈ ചെയ്യുന്നത്. അതേപോലെ ഞാനിവിടെ കൊടുത്തിട്ടില്ല, ഓർത്ത് വെച്ചോളാം. നമ്പർ ഓഫ് റോങ് നമ്പർ ടെലിഫോൺ കോൾ റിസീവ്ഡ് ഇൻ ആൻ ഓഫീസ് ഡ്യൂറിംഗ് വർക്കിംഗ് അവേഴ്സ് പെർ വീക്ക്, അതായത് ഒരു ദിവസത്തിലെ വർക്കിംഗ് അവേഴ്സിൽ ഒരു ഓഫീസിൽ വരുന്ന റോങ് ടെലിഫോൺ കോൾസിന്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞാല്. അതേപോലെ നമ്പർ ഓഫ് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ഓൺ ഈച്ച് പേജ് ഓഫ് എ ബുക്ക് പബ്ലിഷ്ഡ് ബൈ എ ഗുഡ് പബ്ലിഷർ, ഒരു ഗുഡ് പബ്ലിഷർ പബ്ലിഷ് ചെയ്യുന്ന ഒരു ബുക്കിൽ ഉണ്ടാകുന്ന ഓരോ ബുക്കിലെ ഓരോ പേജസ് എടുത്താൽ ആ പേജസിൽ ഉണ്ടാകുന്ന പ്രിന്റിംഗ് മിസ്റ്റേക്കിന്റെ എണ്ണം. അതേപോലെ നമ്പർ ഓഫ് ഡെത്ത് ഫ്രം റയർ ഡിസീസ് ലൈക്ക് ഹാർട്ട് അറ്റാക്ക്, ക്യാൻസർ ഓർ ആക്സിഡന്റ്സ് ലൈക്ക് സ്നേക്ക് ബൈറ്റ്, കിക്ക് ഓഫ് എ ഹോഴ്സ്, കാർ, പ്ലെയിൻ എക്സെട്ര ഡ്യൂറിംഗ് എ ഡേ ഇൻ എ കൺട്രി, അതായത് ഒരു രാജ്യത്ത് ഒരു ദിവസം ഉണ്ടാകുന്ന ഡെത്തുകൾ, അതായത് റയർ ഡിസീസുകളായ ഹാർട്ട് അറ്റാക്ക്, ക്യാൻസർ, അല്ലെങ്കിൽ സ്നേക്ക് ബൈറ്റ് പാമ്പ് കടിച്ചിട്ട്, അല്ലെങ്കിൽ കാറ്, പ്ലെയിന്, ട്രെയിൻ ആക്സിഡന്റിൽ ഉണ്ടാകുന്ന അങ്ങനെയുള്ള നമ്പർ ഓഫ് ഡെത്തുകളുടെ എണ്ണം, ഒരു കൺട്രിയിൽ ഒരു ദിവസം ഉണ്ടാകുന്ന അങ്ങനെയുള്ള നമ്പർ ഓഫ് ഡെത്തുകളുടെ എണ്ണം, ഇങ്ങനെയുള്ളതിന്റെ എല്ലാം പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. അപ്പം ഇങ്ങനെയുള്ള ഈ പറഞ്ഞ എക്സാമ്പിളിനകത്തെല്ലാം നമ്മുടെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് റെയർ വളരെ ചെറുതായിരിക്കും അല്ലെ. ഈ പറഞ്ഞ സിറ്റുവേഷൻസ് എല്ലാം ഒരുപാട് പ്രാവശ്യമൊന്നും ഹാപ്പൻ ചെയ്യത്തില്ല, വളരെ കുറഞ്ഞ നമ്പർ ഓഫ് ടൈംസ് മാത്രമേ ഹാപ്പൻ ചെയ്യത്തുള്ളൂ. അപ്പം അവിടെ സാമ്പിളിന്റെ സൈസ് ലാർജ് ആണെങ്കിൽ പോലും ഇങ്ങനെയുള്ള സിറ്റുവേഷനകത്ത് പ്രോബബിലിറ്റിയുടെ എണ്ണം, പ്രോബബിലിറ്റി എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. അപ്പൊ പ്രോബബിലിറ്റി വളരെ ചെറുതാകുന്ന കേസിൽ സാമ്പിളിന്റെ സൈസ് ലാർജ് ആണെങ്കിലും പ്രോബബിലിറ്റി ചെറുതാണെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷനകത്തായിരിക്കും നമ്മൾ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കാവുന്ന ഒന്ന് ഡെഫിനിഷൻ ചോദിക്കാം. അതേപോലെ ചില എക്സാമ്പിൾസുകൾ തന്നിട്ട് ഈ സിറ്റുവേഷനകത്ത് ഏത് ഡിസ്ട്രിബ്യൂഷൻ ആണ് അപ്ലൈ ചെയ്യുന്നത് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, ചെറിയൊരു ടോപ്പിക്കാണ്, ക്ലിയർ ആണല്ലോ? ഓക്കെ.